അടുത്ത ദിവസം ദറാപ്യൂക്കിൽ നിന്ന് ഡോൽമാല പാസം കടന്ന് സുതുൽപുക്കിലേക്കെത്തണം. കൈലാസ പരിക്രമത്തിൽ ഏറ്റവും കാഠിന്യമുള്ള ദിക്കാണിത്. 18,600 അടി ഉയരത്തിലുള്ള ഡോൽമാല ചുരമെന്ന അതികഠിനമായ താരാദേവി കൊടുമുടി കയറിയിറങ്ങണം. പർവ്വതങ്ങൾക്ക് നടുവിലൂടെ കൈലാസപർവ്വതത്തിന്റെ വടക്കേ മുഖം കാണാം. സ്വർണപ്രഭ ചൊരിഞ്ഞ് വടക്കുംനാഥന്റെ ദർശനം. അതികഠിനമാണ് 2ാം ദിവസത്തെ യാത്ര. കൊടും മഞ്ഞിന്റെയും തണുത്ത കാറ്റിന്റെയും എതിർപ്പിനെ നമശിവായ മന്ത്രത്താൽ തോൽപ്പിച്ചാണ് ഓരോ യാത്രയും മുന്നേറുന്നത്. കൈലാസയാത്രയിലെ ഏറ്റവും ശക്തിമത്തും ഭക്തിയുടെ ഉദാത്തവും എന്നാൽ കാഠിന്യത്താൽ ഭയം ജനിപ്പിക്കുന്നതുമായ ഒന്നാണ് സാഷ്ടാംഗ ദണ്ഡ നമസ്കാര പ്രദക്ഷിണം. സാധാരണ മനുഷ്യർക്ക് കുതിരപ്പുറത്തോ നടന്നോ പോയാൽ തന്നെ കുഴഞ്ഞു പോകുന്ന ഒന്നാണ് കൈലാസ പ്രദക്ഷിണം. അതീവ ദുഷ്കരവും കഠിനവുമായ ഈ യാത്ര വീണു നമസ്കരിച്ചാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. പിതൃക്കളുടെ മോക്ഷത്തിനായാണ് ടിബറ്റുകാർ ഈ ആചാരം അനുഷ്ഠിക്കുന്നത്. ദണ്ഡ നമസ്കാര ചടങ്ങുകൾ നടത്തുവാൻ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കായി പകരം ചെയ്യുവാനും ഇവിടെ ആളുകളുണ്ട്. താരാദേവി കൊടുമുടിയിലെ ശിവസ്ഥലിയിൽ ദേഹം ദേഹിയെ ഉപേക്ഷിക്കുന്നതിന്റെ സൂചകമായി തീർത്ഥാടകർ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നു. ടിബറ്റിലെങ്ങും പാറുന്ന മന്ത്രം ജപിക്കുന്ന കൊടിതോരണങ്ങൾ കൈലാസത്തിന്റെ പാർശ്വങ്ങളിലും കാണാം. മണിപത്മേഹം എന്ന മന്ത്രമാണത്. താമരയ്ക്കുള്ളിലെ രത്നത്തിന് നമസ്കാരം എന്നാണിതിനർത്ഥം. 6 ദളങ്ങൾക്കിടയിൽ മുകുളം പോലെ പ്രശോഭിക്കുന്ന കൈലാസം. 6 പർവ്വതങ്ങളും മഞ്ഞുറഞ്ഞ് കിടക്കുകയാണ്. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു എന്ന വരികളാണ്. ഡോൽമാല ചുരത്തിന്റെ മുകളറ്റത്താണ് താരാദേവിയുടെ വാസസ്ഥാനം. ഈ ഭാഗമൊക്കെ പിന്നിടുന്നത് ഏതോ മായിക ലോകത്ത് മാന്ത്രികനാൽ വലയപ്പെട്ട് യാന്ത്രികമെന്ന പോലെ. ശരീരത്തിന് തളർച്ചയുണ്ടെങ്കിലും മനസ്സിന്റെ എല്ലാ കോണിലും അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് കൈലാസനാഥൻ പകരുന്നു. കയറ്റത്തെ തോൽപ്പിക്കുമാറ് ശരീരത്തെ വലയ്ക്കുന്ന കുത്തനെയുള്ള ഇറക്കം. അത് പിന്നിടുമ്പോൾ നിറയെ പാറക്കെട്ടുകൾ. ആരോ തല്ലിത്തകർത്ത ഒരു കൂറ്റൻ രാജധാനിയുടെ തോന്നലുളവാക്കുന്ന ദിക്കാണ് അളകാപുരി, കുബേരന്റെ രാജ്യം. ഈ ഭാഗത്ത് ആധുനിക സജ്ജീകരണങ്ങളാൽ പരിശോധിച്ചപ്പോൾ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. ഡോൽമാലയിൽ നിന്നും താഴെ ഇറങ്ങുമ്പോൾ ഗൗരികുണ്ഡ് കാണാം. ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് കുളിക്കുവാൻ തയ്യാറാക്കി നൽകിയതാണിത്. പാർവതി ദേവി തപം ചെയ്തതും ഈ പർവ്വത പ്രാന്തത്തിലായിരുന്നു. ഇവിടെ നിന്ന് ഇനി 15ഓളം കിലോമീറ്റർ സഞ്ചരിച്ചാലേ അടുത്ത ക്യാമ്പിലെത്തൂ. നേരം വെളുക്കുമ്പോൾ തുടങ്ങിയ യാത്ര രാത്രിയിലാണ് അവസാനിച്ചത്. എല്ലാവരും അത്യധികം ക്ഷീണിതരായിരുന്നു. ഭക്ഷണം കഴിക്കുവാൻ പോലും ആരും ആശിച്ചില്ല. സുതുൽപുക്കിലെ ബുദ്ധവിഹാരത്തിൽ നിന്നും അപ്പോഴും മന്ത്രധ്വനികൾ അന്തരീക്ഷത്തിൽ ഒഴുകുന്നുണ്ടായിരുന്നു. മൂന്നാം ദിവസം ശരീര തളർച്ചയെ മനോധൈര്യം തോൽപ്പിച്ചെന്ന തിരിച്ചറിവുമായിട്ടാണ് ഓരോ ഭക്തനും ഉണർന്നെണീൽക്കുന്നത്. ഇനി കേവലം 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു മനുഷ്യജന്മത്തിൽ അപൂർവമായി മാത്രം സാധിക്കുന്ന ഒരു കർമ്മത്തിന് പരിസമാപ്തി കുറിക്കും. സരയൂ നദിയുടെ തീരത്തിലൂടെ ലഘുവായ കയറ്റങ്ങൾ കയറി 2.5 മണിക്കൂർ കൊണ്ട് ബോർഖയിലെത്താം. ചില സ്ഥലങ്ങളിൽ അത്യഗാധമായ കൊക്കകൾ വായു പിളർത്തി നിൽപ്പുണ്ട്. ദരിദ്ര രാഷ്ട്രത്തിന്റെ അളവറ്റ ധാതുസമ്പത്തുക്കൾ ഒരുപക്ഷെ നാളെ ഈ ദേശത്തെ നല്ല നിലയിലേക്ക് നയിച്ചേക്കും. ബോർഖയിൽ നിന്നും തിരികെ മാനസ സരോവരത്തിലേക്ക് കൊണ്ടുപോകുവാൻ വാഹനം എത്തിച്ചേർന്നിരുന്നു. യാത്രയുടെ അവസാനം പൗർണമി ദിവസം രാത്രിയിൽ മാനസ സരോവരത്തിന്റെ തീരത്ത് കഴിച്ചുകൂട്ടി. മാനസ സരസിന്റെ തീരത്ത് വെച്ച് വളരെ അത്യപൂർവമാം ഒരു കാഴ്ച ഞങ്ങൾക്ക് തരപ്പെട്ടു. പൂർണ്ണ ചന്ദ്രോദയം. അത് മനസ്സിനു പകർന്ന ആനന്ദം എത്ര വർണ്ണിച്ചാലും മതിവരില്ല. ഈ ദിവസമാണ് ദേവി പൊയ്കയിൽ നീരാടാനെത്തുന്നത്. അപ്പോൾ പ്രദേശവാസികളും ഭക്തരും ദേവിയുടെ നീരാട്ടിന് ഭംഗം വരുത്താതിരിക്കുവാൻ
ആ പ്രദേശത്തു നിന്നും മാറി നിൽക്കും. പുലർച്ചെ തിരികെ നേപ്പാളിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കണം. കീഴടക്കുവാനുള്ള പർവ്വതമല്ല കൈലാസം. പകരം ഈ പർവ്വതം 1000 ആണ്ടുകളായി മാനവനെ കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു. ശ്രീ കൈലാസത്തിന്റെ പ്രാന്തങ്ങളിലൊക്കെയും ഗിരീശന്റെ പ്രജകളായ ഋഷികളും അനുചരന്മാരും ഭൂതഗണങ്ങളും ശിലാരൂപം പൂണ്ടിരിക്കുന്നതെന്ന് ഏതൊരു ഭക്തനും തോന്നും. ഈശ്വരനും പ്രകൃതിയും ഒന്നായതുകൊണ്ട് പ്രകൃതീശ്വരിയുടെ അപാര സൗന്ദര്യത്തെ ജഗദീശ്വരന്റെ ദർശനമായി കാണുവാൻ കഴിയുന്നവന്റെ ജന്മം സഫലമാണ്. ശ്രീ കൈലാസവും മാനസ സരസും ജഗത് പിതാവും ജഗൻ മാതാവുമാണ്. ഇവയെ രണ്ടിനെയും വലം വയ്ക്കുമ്പോൾ ജഗത്തിന്റെ മാതാപിതാക്കന്മാരെയാണ് വന്ദിക്കുന്നത്. ജഗതഃ പിതരൗ വന്ദേ പാർവതീം പരമേശ്വര. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ഓം ശാന്തി.